സ്നേഹമുള്ള ഇന്ന് മാത്രം പരിചയപ്പെട്ട പവിത്രൻ സാർ, വിഷ്ണു ഉൾപ്പെടെ അനീഷ് ശങ്കരനെ ഇവിടെ വേദിയിൽ ഗൗരവമായി പരിചയപ്പെടുത്തി. എനിക്ക് അദ്ദേഹം പറയുന്നത് ഞാൻ മോഹിച്ചു. ഈ വേദിയിൽ നാടകം കളിച്ചിട്ടുള്ള അനീഷ് എന്നൊന്ന് കൂട്ടിച്ചേർക്കണം എന്ന് മോഹം തോന്നി. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു. ഒന്ന്, കലയാമിയുടെ അർത്ഥവ്യാപ്തിയായിട്ട് ബന്ധപ്പെട്ട് അനീഷ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം. കല് കവീനാം കാമധേനു എന്നാണ്. കല് ശബ്ദത്തിന് എന്തർത്ഥമാണോ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് അതാണ് അർത്ഥം. വൈദ്യന്മാർ പറയും ദശമൂലാരിഷ്ടം എന്ന മരുന്നിനെ കുറിച്ച്. വയറിനാണ് അസുഖം, എന്നാ വയറിന് അസുഖം മാറട്ടെ എന്ന് ധ്യാനിച്ച് ദശമൂലാരിഷ്ടം കൊടുത്താൽ അത് മാറിക്കോളും. അല്ല, കാലിനാണെങ്കിൽ കാലിന് അത് മാറട്ടെ എന്ന് സങ്കല്പിച്ച് വൈദ്യൻ ദശമൂലാരിഷ്ടം കൊടുക്കും എന്നത് പറഞ്ഞതുപോലെ കവീനാം കാമധേനു, കലയധൈര്യമോമലെ കഥകളിലും നമുക്ക് പരിചയമുള്ളതാണ്. അവിടെ ചെയ്യുക എന്നർത്ഥം. കലയാമി സുമതേ, അവിടെ പ്രണമിക്കുക എന്നർത്ഥം. എന്തർത്ഥവും ആരോപിക്കാവുന്ന സ്വാതന്ത്ര്യമാണ് കലയാമി. നമസ്കരിക്കണോ, ഏത് ക്രിയ ചെയ്യണോ ആ ക്രിയ ഞാൻ ചെയ്യുന്നു എന്ന അർത്ഥമുള്ള അതിവിപുലമായ അർത്ഥസാധ്യതകളുള്ള ഒരു വാക്ക് തിരഞ്ഞെടുത്തതിലെ യുക്തിസഹത, ആ യുക്തി ഭദ്രത തീർച്ചയായും പ്രശംസനീയമാണ്. കലയാമിയുടെ ഉദ്ഘാടന വേദിയിൽ അത് പറയാനുള്ള സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുമുണ്ട്. രണ്ടാമതൊരു കാര്യം, ഓർക്കാൻ ആഗ്രഹിക്കാത്തത് ഓർമ്മിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ വീണ്ടും ഒന്ന് പറയുകയാണ്. യാനം 32 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പൂർണ്ണമായ ദിവസങ്ങളിലും പങ്കെടുത്തുകൊള്ളാം എന്ന് വാക്കുകൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ ഭാഗ്യവശാൽ എന്നും പറയേണ്ടി വരും, മുഴുവൻ ദിവസം പങ്കെടുക്കാതെ മടങ്ങുകയാണ് ചെയ്തത്. ആദ്യത്തെ 5 ദിവസങ്ങൾ പൂർണ്ണമായി ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അന്ന് തന്നെ പ്രദീപിൻ്റെ ഒരാട്ടക്കഥയുടെ അവതരണം നേരിട്ട് കാണാനുള്ള ഭാഗ്യവുമുണ്ടായി. അത് കേരളത്തിലൊരു മഹാത്ഭുതമാകുമായിരുന്നു ഒരു പക്ഷേ അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ നിർവഹണം പൂർത്തിയായിരുന്നുവെങ്കിൽ. മഹാഭാരത കഥയെ ആധാരമാക്കി 32 ദിവസം ഒരരങ്ങ് നടക്കുക എന്നത് അതൊരു മഹാത്ഭുതമാകുമായിരുന്നു. അത് സംഭവിക്കാതെ പോയി. ഈ ആശങ്ക, അത് സംഭവിക്കാതിരിക്കുമോ എന്ന ആശങ്ക, അതിൻ്റെ സംഘാടക പക്ഷത്ത് നിൽക്കുന്ന ചില വ്യക്തികളെ ആധാരമാക്കി ആ ആപൽശങ്ക മുമ്പേ പങ്കുവെച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അതിര് കവിഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു മനോജും പ്രദീപും ഉൾപ്പെടെ എല്ലാവരും സജീവമായി സക്രിയമായി അത് ആ മേഖലയിൽ പ്രവർത്തനോന്മുഖമായി നിലയുറപ്പിച്ചതും. നിരുത്സാഹപ്പെടുത്തിയില്ല. നടന്നു കാണണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ഞാനൊക്കെ മനസ്സിൽ പ്രതീക്ഷിച്ച ഒരു വിപര്യത്തിലേക്കാണ് യാനം ചെന്നെത്തിയത് എന്നത് പറയാതിരിക്കാനാവില്ല. അന്ന് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കഥയിലൊന്ന് മാത്രം അവതരിപ്പിക്കപ്പെടാതെ പോയി. അതിന് ഇന്നിങ്ങനൊരു വേദിയുണ്ടാകുന്നു. അനൽപമായ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചുള്ളത് അതിന് ആതിഥേയത്വം വഹിക്കാനുള്ള മഹാസൗഭാഗ്യം കുഞ്ചുനായർ ട്രസ്റ്റ് എന്ന ഈ സ്ഥാപനത്തിനുണ്ടായി എന്നതിൽ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ പല ആട്ടക്കഥകളും രചിക്കപ്പെടുന്നു. പലതും രണ്ടാമതൊരരങ്ങ് കാണാൻ കഷ്ടപ്പെടുന്നു എന്നൊക്കെ നേരത്തെ സ്വാഗത വാക്കുകൾക്കിടയിൽ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ചെലവേറിയ കഥയാണ് എന്നതുകൊണ്ടുള്ള അവഗണന അനുഭവിക്കാനുള്ള യോഗമുണ്ടാകാം. കാരണം അത്രയേറെ വേഷക്കാരുണ്ട്. നമ്മളൊരു 2-3 കഥാപാത്രങ്ങളുള്ള കഥ കളിക്കാനാണ് കഥകളി ക്ലബ്ബുകളായാലും കഥകളി സംഘാടകർ പൊതുവേയും ആഗ്രഹിക്കുന്നതെങ്കിൽ 9 വേഷവും അതിനനുഗുണമായ വാദ്യവും സംഗീതവും ഉൾപ്പെടുന്ന ഒരു കഥ അരങ്ങിൽ അവതരിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ഈ അരങ്ങിൻ്റെ പ്രചാരത്തിന് തീർച്ചയായും ഒരു പ്രതിബന്ധമായേക്കാം എന്ന ആപത്ത് മാറ്റി നിർത്തിയാൽ സ്വീകാര്യത സിദ്ധിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്.
അതെത്രമാത്രം ഫലപ്രദമായി രംഗത്ത് അവതരിപ്പിക്കുന്നു എന്നത് ഞാനും ആദ്യമായി കാണാനിരിക്കുകയാണ്. ആ ആകാംക്ഷ എനിക്കുമുണ്ട്. പക്ഷെ രംഗം ചിട്ടപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള കഥകളി ബോധ്യങ്ങളും ആ കഥകളിയുടെ ലാവണ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴമേറിയ അവഗാഹങ്ങളുമൊക്കെ തീർച്ചയായും ഓരോ ആട്ടക്കഥകൾ ചിട്ടപ്പെടുത്തുന്ന കലാകാരന്മാർക്കും മാതൃകയാക്കേണ്ടതാണ് എന്ന് തോന്നുന്ന ഒരുപാട് മൂലകങ്ങളെ വളരെ ഫലപ്രദമായി ഇണക്കിച്ചേർക്കാനായി എന്നതാണ് ഞാൻ കാണുന്ന ഗുണങ്ങളിലൊന്ന്. നല്ല രചന. പ്രദീപിൻ്റെ രചനയുടെ സൗഷ്ഠവവും അതിൻ്റെ സൗഭാഗ്യവും അതിൻ്റെ സൗന്ദര്യവും സ്നിഗ്ധതയും മുഗ്ധതയും ഒക്കെ നമ്മൾ ആദ്യമായി കാണുന്നതല്ല. നാട്യസംഘത്തിലെ ഏതാണ്ടൊരു ജൂനിയർ കലാകാരനായ പ്രദീപിൻ്റെ ആട്ടക്കഥ നാട്യസംഘം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പലരും ഇതിനു മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞതുമാണ്, അംഗീകരിച്ചതുമാണ്. പക്ഷെ അതിൻ്റെ ഒരു പുഷ്കലത കുറേ കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആ രചനയുടെ കൃതഹസ്തത, ആ കൈത്തഴക്കത്തിൻ്റെ കരുത്ത് വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള വരികളുടെ ഘടന, അത് തീർച്ചയായും വിസ്മയിപ്പിക്കുന്നതാണ്. പുതിയതായി ഈ ആട്ടക്കഥാരചനാ മേഖലയിൽ കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് മാർഗദർശകമായി തീരേണ്ടതുമാണ് എന്ന് ആമുഖമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വന്ദന ശ്ലോകവും ഇതിൻ്റെ പ്രതിപാദ്യത്തെ നേരിട്ട് സൂചിപ്പിക്കുന്ന രീതിയിലാണ് നിബന്ധിച്ചിട്ടുള്ളത്. ധർമ്മത്തിനെ നമസ്കരിച്ചുകൊണ്ടുള്ള ഒരു വന്ദന ശ്ലോകം. എന്താണ് യഥാർത്ഥ ധർമ്മം എന്ന അന്വേഷണത്തിൻ്റെ രീതിയിലാണ് ഈ കഥ പുരോഗമിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ആ രീതിയിലാണ് അതിൻ്റെ ഉള്ളടക്കത്തെ ക്രമീകരിക്കേണ്ടത് എന്ന് ശ്രീ സുനിൽ പി ഇളയിടമാണ് മാർഗനിർദ്ദേശം നൽകിയത് എന്നും സൂചിപ്പിക്കപ്പെട്ടു. അതിനനുഗുണമാകുന്ന രീതിയിലുള്ളൊരു വന്ദന ശ്ലോകത്തോടെ ധർമ്മത്തെ നമസ്കരിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. കഥയുടെ സന്ദർഭം എന്ന് പറയുന്നത് ദ്വാരകാവാസിയായ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞു. പാണ്ഡവരുടെ ജീവിതത്തിൻ്റെ കരുത്ത് എന്നത് തീർച്ചയായും ശ്രീകൃഷ്ണൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. ആ സാന്നിധ്യം നഷ്ടപ്പെട്ട പാണ്ഡവരുടെ ജീവിതത്തിന് പിന്നീടുണ്ടാകുന്നൊരു വ്യർത്ഥത. അപ്പോൾ ശ്രീകൃഷ്ണൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു രംഗത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്. അത് വളരെ വിചിത്രമായ രീതിയിൽ എന്ന് തന്നെ പറയണം. അത് എത്രമാത്രം ആസ്വാദ്യമാകും എന്ന് പറയണമെങ്കിൽ അത് കണ്ടു നോക്കുക തന്നെ വേണം. കാണാൻ മോഹം തോന്നുന്ന രീതിയിൽ ബലികർമ്മങ്ങൾ ചെയ്യുന്നത് തായമ്പയ്ക്ക് സന്ധ്യവേല കൊട്ടിവെക്കുക എന്ന ക്ഷേത്രങ്ങളിൽ പറയുന്ന ഒരു ത്രിപുട ത്രിപുടയുടെ ഒരു ഭാഷ വരുന്ന, എന്നാൽ കൃത്യമായ ഒരു താളഘടനയിലുമല്ലാത്ത രീതിയിൽ വലന്തലയിൽ പ്രയോഗിക്കപ്പെടുന്നൊരു മേളമാണ് സന്ധ്യവേല. അത് കൊട്ടിവെച്ചിട്ടാണ് അവിടെ നേരെ തായമ്പകയുടെ കോല് വീഴുക. ആ സന്ധ്യവേലയുടെ ഉള്ളടക്കത്തെയാണ് ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്ന അനുഷ്ഠാനപരമായ രംഗക്രിയയ്ക്ക് അനുഗുണമാകുന്ന പശ്ചാത്തലമായി ഇവിടെ ഉപയോഗിക്കുന്നത്. അത് കഥകളിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. അതിനുശേഷം ധർമ്മപുത്രൊരു പദത്തോടെയാണ് തുടങ്ങുന്നത്. ധന്യാസി രാഗത്തിലൊരു പദമാണ്. എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നേടിയത്, ധർമ്മമാണെന്ന് ഞാൻ ചെയ്തത്, ധർമ്മമാണെന്ന് സങ്കല്പിച്ച് ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലം എന്ന് പറയുന്നത് കുറേ ആളുകളുടെ കണ്ണുനീര് മാത്രമായിരുന്നുവോ എന്നുള്ള ആ ആത്മവേദന, ജീവിതത്തിൽ ഒരുപാട് ആർജിച്ചു എന്ന് തോന്നുന്നതൊക്കെ തന്നെ വ്യർത്ഥമായി പോയോ എന്ന ധർമ്മപുത്രയുടെ ഒരു വിലാപമാണ്, അല്ലെങ്കിൽ ഒരു ചിന്താപദമാണ് ആദ്യത്തെ പദം. അതിലൊരു ഞാൻ പറയുകയാണെങ്കിൽ ആ ടോൺ, അതായത് ഈ ദുഃഖത്തിൻ്റെ ഒരു സ്ഥായി, അത് അവസാനം വരെ നിലനിൽക്കുന്നതുമാണ്. ഒരു വ്യർത്ഥതാബോധത്തെയാണ് ആവിഷ്കരിക്കുന്നത് എന്നതുകൊണ്ട് അടിമുടി ആ ശോകത്തിൻ്റെയും ആ വ്യർത്ഥതാബോധത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും ഈ വിട്ടുപോകുന്ന വേർപാടിൻ്റെ വേദനയുടെയും ഒക്കെ ഒരു വിങ്ങൽ അത് ഈ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ പരിരക്ഷിക്കുന്ന കാര്യത്തിലും കഥാകൃത്ത് നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടി വരും. ഇവിടെ നകുല സഹദേവന്മാർ ധർമ്മപുത്രരുടെ സമീപത്തേക്ക് എത്തുകയാണ്. ശ്രീകൃഷ്ണനും യാത്രയായി എന്ന് മാത്രമല്ല, ജ്യോതിശാസ്ത്ര
ജ്യോതിഷപ്രകാരവും മഹാപ്രസ്ഥാനത്തിനുള്ള സമയമായി എന്ന് നകുലൻ അറിയിക്കുന്ന ഒരു പദമുണ്ട്. ഇവരുടെ പ്രവേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതെങ്ങനെയാണ് രംഗത്തുണ്ടാവുക എന്ന് കാണാൻ എനിക്കും ആകാംക്ഷയുണ്ട്. തോടി രാഗം പാടുക, തോടി രാഗം പശ്ചാത്തലത്തിൽ പാടിക്കൊണ്ട് രംഗക്രിയകൾ നിർവഹിക്കുന്ന സന്ദർഭങ്ങൾ കഥകളിയിൽ ഇതിനു മുമ്പുണ്ട്. ഇപ്പോൾ തോരണയുദ്ധത്തിൽ രാവണൻ്റെ ആ സീതയെ നിഗ്രഹിക്കുന്നതിന് സീതയെ വെട്ടാൻ ആലോചിക്കുന്ന പശ്ചാത്തലം തോടി രാഗം പാടുക എന്നൊരു രീതി നമ്മൾ കാണാറുണ്ട്. മാനിനെ പിടിക്കാൻ വേണ്ടി ബാലിവധം കഥയിൽ ശ്രീരാമൻ്റെ പഞ്ചവടിയിൽ അവിടെയും തോടി രാഗം പശ്ചാത്തലത്തിൽ പാടുന്നൊരു രീതിയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഛായ തോന്നാം. ഇവിടെ നിർവഹിക്കാനുള്ള ക്രിയ മറ്റൊന്നാണ്. ഇവിടെ നകുല സഹദേവന്മാരുടെ പ്രവേശവും ഒക്കെയാണ് പശ്ചാത്തലം. തുടർന്ന് തോടിയിലൊരു പദമാണ് സഹദേവന്, തോടിയിലെ പദം സഹദേവൻ തന്നെയാണോ എനിക്ക് ചെയ്യാനുള്ളത്. അവിടെ അതിനേക്കാൾ കൗതുകരമായ കാര്യം പഞ്ചാരി താളത്തിൽ ആ പദം, പഞ്ചാരിയുടെ തൊട്ട് മുമ്പത്തേല അതാണ്, തമ്മിൽ തെറ്റിപ്പോയി. പഞ്ചാരിയുടെ ഒരു പദവും ആ സന്ദർഭത്തിൽ നിബന്ധിച്ച് കാണുന്നു. പഞ്ചാരിയിലെ പദങ്ങൾ കഥകളിയിൽ ധാരാളം ഇല്ലാത്തതാണ്. നമ്മളാകെ കാണുന്നത്, എൻ്റെ ബോധ്യം ശരിയാണെങ്കിൽ കാലകേവത്തിലെ അർജുനനും ഇന്ദ്രനും തമ്മിലുള്ള രംഗത്തിൽ മാത്രമാണ് ചിട്ടപ്പെട്ട കഥകളിൽ ഈ പഞ്ചാരി എന്ന താളം ചിട്ടപ്പെട്ട കഥകളിൽ പ്രയോഗിച്ച് കാണുന്നത്. അതിവിടെ ഉപയോഗിക്കുന്നു. നകുല സഹദേവന്മാരുടെ രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെയാണ്, മഹാപ്രസ്ഥാനത്തിന് ആയത് നമ്മൾ ഈ രാജ്യാദി കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് യാത്ര ആരംഭിക്കുക തന്നെ എന്ന്. നിങ്ങൾ പറഞ്ഞതുപോലെ മാധവനില്ലാതെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമില്ലാതെ ഇവിടെ ജീവിച്ചിരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുന്നു. ഭീമ അർജുനന്മാർ അവിടെ എത്തുന്നു, അവരോട് അഭിപ്രായം ചോദിക്കുന്നു. അങ്ങ് കൽപ്പിക്കുന്നത് പോലെ എന്നവർ മറുപടി പറയുന്നു. എന്നാൽ യുവരാജാവായി പരീക്ഷിത്തിനെ അവരോധിക്കുക എന്ന് ആട്ടം. അവിടെ പരീക്ഷിത്ത് രംഗത്ത് വരുന്നൊന്നുമില്ല, അഭിഷേകം കാണിക്കുന്നില്ല. പരീക്ഷിത്തിനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത് ഇവരൊരുമിച്ച് യാത്ര ആരംഭിക്കുകയാണ്. അതാണ് ഈ യാത്രയാണ് ഇനി നമ്മൾ അവസാനം വരെയും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഏവം ചിത്തം മഥിച്ചു ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തെ ഒന്ന് പ്രശംസിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കട്ടെ. അഷ്ടപ്രാസത്തോടു കൂടി ശ്രദ്ധരാവൃത്തത്തിൽ അതിമനോഹരമായൊരു ശ്ലോകം ആ സന്ദർഭത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ മദ്ദളകേളിയുടെ എണ്ണത്തോടെ പാഞ്ചാലി രംഗപ്രവേശം ചെയ്യുക. മദ്ദളത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ ഒരു പ്രവേശം പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ധർമ്മപുത്രരുടെ ആട്ടം, അല്ല പാണ്ഡവരൊക്കെയും പ്രവേശിച്ച് യാത്ര. ധർമ്മപുത്രരുടെ ആട്ടം, രാജ്യം ഉപേക്ഷിച്ച് ശരിയായോ, ഇത് തന്നെയാണോ ശരി എന്നുള്ള ആട്ടങ്ങൾ. ആ സമയത്ത് കാഴ്ചകൾ അങ്ങനെ കാണുകയാണ്. ഇവർ ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ മലകളും പുഴകളും കാടുമൊക്കെ നിറഞ്ഞ ആ ഒരു കാഴ്ച കാണുന്നു. അവിടെ പശ്ചാത്തലത്തിൽ തോടയത്തിൽ നമ്മൾ കാണുന്ന മുഖജാലം പാടുന്നു. അവിടെയല്ലേ അത് മുഖജാലം. മുഖജാലം എന്ന് പറയുമ്പോൾ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ആ സമയം അപഹരിക്കുകയല്ലെങ്കിൽ അല്ലല്ലോ. ഇത് കഥകളിയിലൊരു മഹാവിസ്മയങ്ങളിലൊന്നാണ് വാസ്തവത്തിൽ ഈ മുഖജാളം എന്ന ഈ ആലാപനം. രാഗത്തിനൊരു പേര് നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു പേര് എന്നതിനപ്പുറം പ്രാധാന്യമുള്ളതല്ല, ഒരു സംഗീത പദ്ധതിയിലുള്ള പേരല്ല അത്. 12 സ്വരസ്ഥാനങ്ങൾ, 12 സ്വരസ്ഥാനങ്ങളാണ് സംഗീതത്തിൽ മുമ്പ് ഉണ്ടായിരുന്നത് പോലും. സംഗീതത്തിലെ ത്രിമൂർത്തികൾക്ക് മുമ്പ് ദക്ഷിണ ഇന്ത്യയിലാകെ തന്നെ വ്യാപരിച്ചിരുന്ന ഒരു കഥകളി സാമ്പ്രദായികതയുടെ ഒരവശിഷ്ടം ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്, സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കഥകളിയിൽ മാത്രമാണ് എന്ന് കർണാടക സംഗീത വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചൂണ്ടിക്കാണിച്ചത് ഈ മുഖജാളം പാടുന്ന ആ എണ്ണത്തെ മാതൃകയായിട്ടാണ്. രാഗം പാടുമ്പോൾ അ അ ആ എന്ന് പാടുന്നതായാലും അതിൽ തതരിണന എന്നതിന് പകരം ആ അരി എന്ന രീതിയിൽ ആ വാക്കുകൾ ഉച്ചരിക്കുന്ന രീതിയിലായാലും 12 സ്വരസ്ഥാനങ്ങളെയും കാണിച്ചുകൊണ്ട് ആലാപനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഗേയമാർഗം മുൻനിർത്തി അപഗ്രഥിച്ചാലുമൊക്കെ
കഥകളിയിൽ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രാചീനമായ ഒരു ഗേയമാർഗത്തിൻ്റെ അവശേഷിക്കുന്ന ഒരു നീക്കി ബാക്കിയായി നമുക്കിതിനെ മാനിക്കേണ്ടതുണ്ട്. ആ മുഖജാളം ഇവിടെ രംഗത്ത് പ്രയോഗിക്കപ്പെടുകയാണ്. തോടയത്തിൽ മാത്രം നമ്മൾ കാണുന്ന മുഖജാളം ഇവിടെ രംഗത്ത് പ്രയോഗിക്കപ്പെടുന്നു എന്ന സവിശേഷത. ഈ വനം ഭീമസേനന് കുറേ പഴയ ഓർമ്മകൾ ഉണ്ടാക്കുകയാണ്. ഭീമസേനന് ആട്ടമുണ്ട്, ഒരു പദമുണ്ട് അവിടെ. വനം, അതിലെ മൃഗങ്ങൾ. പണ്ട് സൗഗന്ധിക പുഷ്പം തേടി ഞാൻ യാത്ര ചെയ്തിരുന്ന ഘട്ടത്തിൽ എൻ്റെ ശംഖനാദം കേട്ട് പേടിച്ചോടി ഒളിച്ച ആ മൃഗങ്ങളെല്ലാം ഇന്ന് എന്നെ ശത്രുവായി കണ്ട് നേരിടാൻ ഒരുങ്ങുകയാണോ എന്ന ഭീമസേനൻ്റെ ഭീതി. അതുമാത്രമല്ല, അച്ഛാ അല്ലെങ്കിൽ ഭർത്താവേ എന്നൊക്കെ വനത്തിൽ നിന്ന് വിളികൾ കേൾക്കുന്നതായി ഹിഡിംബിയുടെയും ഘടോൽക്കജൻ്റെയും ഒക്കെ ഓർമ്മകൾ ഭീമസേനൽ അങ്ങനെ ഉണർത്തുകയാണ്. ആ രീതിയിൽ ഭീമസേനൻ നഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച്, ഈ വനജീവിതത്തിൻ്റെ മഹാമാസ്മരികമായ വശ്യതയെക്കുറിച്ചൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുന്ന രീതിയിൽ ആട്ടം കഴിഞ്ഞൊരു പദവും അവിടെ നിർവഹിക്കാനുണ്ട്. ഈ പദത്തിൻ്റെ ഉള്ളടക്കം ആശയപരമായി ഇങ്ങനെയാണ്: പാണ്ഡവരായ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ സർവസ്വവും ദാനം ചെയ്തത് ഈ വനമാണ്. അതിനെ മറക്കുകയും കുറേയേറെ ചോര വീഴ്ത്തുകയും ചെയ്തുകൊണ്ട് ക്രൂരമായി പോയല്ലോ ഞങ്ങളുടെ ഈ ജന്മം എന്ന അർത്ഥത്തിൽ ഭീമസേനൻ്റെ ഒരു വിലാപം. ധർമ്മപുത്രരാണ് അവിടെ ആശ്വസിപ്പിക്കാനെത്തുന്നത്. ഈ യാത്ര തുടർന്നു കൊണ്ടുപോകുന്നത് അവിടെ പശ്ചാത്തലത്തിൽ മർമ്മതാളം ഉപയോഗിക്കുന്നതാണ് വേറെ ശ്രദ്ധേയമായ ഒരു നവീനത. മർമ്മതാളം കഥകളിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടേയില്ല. നമുക്ക് പരിചയമുള്ള കലാരൂപം തുള്ളലിൽ, ഇപ്പോൾ സൗഗന്ധികം തുള്ളലിൽ വർദ്ധിത തരഥവള്ള ഹിമാചല സന്നിഭതുംഗ ശരീരൻ, അങ്ങനെയുള്ള പദങ്ങളിലൊക്കെ മർമ്മതാളം ഉപയോഗിച്ച് കാണാം. കഥകളിയിലത് പ്രയോഗിച്ച അനുഭവം പുതിയ ആട്ടക്കഥകളിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആ താളത്തിനൊരു സവിശേഷതയുണ്ട്. ആ താളം എന്ത് എന്നൊക്കെ പറയുമ്പോൾ അത് വിരസമായി പോവുമെന്ന് വേവലാതി ഇല്ലായികയില്ല. ധീം തത് ധീം തത് തത് ധീം തത് 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 ധീം. 1 1 2 1 2 3 1 2 3 4. ഈ ഒരു ക്രമം, ഒരു ആരോഹണത്തിൻ്റെ സ്വഭാവ താളത്തിനുണ്ട്. സ്വർഗാരോഹണമാണ് ഇവിടെ പ്രതിപാദ്യം എന്ന പശ്ചാത്തലത്തിൽ ഈ യാത്രയുടെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ താളഘടന എങ്ങനെ സഹായകമാകുന്നു എന്നും കൂടി ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൗഷ്ഠവത്തെ നമുക്ക് തിരിച്ചറിയാനാവുക. കണമനിട്ട ശാന്ത എന്നുള്ള കവിതയിൽ പാതാള പടവുകൾ കയറി പറയപ്പടതുള്ളി വരുന്നു, പടവ് കയറുകയാണ് എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ വേണ്ടി അവിടെ കവിതയിൽ മർമ്മതാളം ഉപയോഗിച്ചു. പാതാള പടവുകൾ കയറി പറയപ്പടതുള്ളി വരുന്നു. 1 1 2 1 2 3 1 2 3 4. ഈ താളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ യാത്ര ആരംഭിക്കുന്നത്, തുടരുന്നത് എന്ന് മാത്രമല്ല, ആ യാത്രാനുഭവം പശ്ചാത്തലത്തിൽ സംഗീതമായി ആലപിക്കപ്പെടുകയും ഈ താളത്തിൽ നൃത്തം ചവിട്ടിക്കൊണ്ട് ആ പശ്ചാത്തല ഗീതത്തിൻ്റെ ആശയത്തെ ദ്യോതിപ്പിച്ചുകൊണ്ട് ഒരു നൃത്താത്മകമായി ഈ യാത്ര പല സന്ദർഭങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും ഓരോ രീതിയിലുള്ള നൃത്താത്മകത ഇണക്കി ചേർത്തുകൊണ്ടാണ് ഈ യാത്ര ഉണ്ടാക്കുന്നത്. ഈ സന്ദർഭത്തിൽ മർമ്മതാളത്തിലെ ഒരു പദവും ആ പദത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാത്രയുമായാണ് തുടരുന്നത്. ഒരു സമുദ്രതീരത്തിലേക്ക് അവരെത്തി എന്ന് പദത്തിൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ദ്രൗപദിക്കുള്ള സന്ദർഭമാണ്. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഈ സമുദ്രം ആകെ ചുമന്നിരിക്കുന്നു. ദ്രൗപദി ചിന്തിക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിൽ ചിന്തിയ രക്തം, ആ രക്തം ചിന്താൻ കാരണമായി തീർന്നതാകട്ടെ എൻ്റെ ഒരു പ്രതികാരബോധമോ എൻ്റെ ഒരു ശപഥമോ മാത്രമായിരുന്നു.
കൗരവരിൽ നിന്ന് നേരിട്ട അപമാനത്തെ തുടർന്ന് ഈ കൗരവരെ മുച്ചൂടും നിഗ്രഹിക്കണം എന്ന ശപഥം ചെയ്യുന്നത് താനാണ്. ആ എൻ്റെ ശാപമോ അല്ലെങ്കിൽ എൻ്റെ ചിരിയോ, ഒരു ചിരിയായിരുന്നു യുദ്ധത്തിന് കാരണം എന്നത് പ്രസിദ്ധമായൊരു നിരീക്ഷണമാണ്. മാർക്കുട്ടിഷ്ണന്മാരുടെ ഒരു നിരീക്ഷണമാണ് എൻ്റെ ചിരി. സഭാപ്രവേശത്തിൽ ദുര്യോധനും ദുശ്വാസനും വീഴുന്നത് കണ്ട് ചിരിച്ച പാഞ്ചാലിയുടെ ചിരിയാണ് ആ മഹായുദ്ധത്തിലേക്ക് ഭാരതത്തെ നയിക്കുന്നത് എന്ന നിരീക്ഷണം നമ്മളൊന്ന് ഓർമ്മിക്കുക. ആ എൻ്റെ ചിരി തന്നെയാണോ സൂര്യനായി അവിടെ കത്തിജ്വലിച്ച് നിൽക്കുന്നത്? ആ ചിരിയുടെ ഫലമായി രൂപപ്പെട്ട നിണത്തിൻ്റെ മഹാസമുദ്രമാണോ ആദിത്യ കിരണങ്ങളേറ്റ് ചുവന്ന് തുടുത്ത് എൻ്റെ മുന്നിൽ കാണുന്നത് എന്ന ആ ആത്മരോഷവും നിരാശയും പാഞ്ചാലി പ്രകടിപ്പിക്കുന്ന ഒരു പദം രേവതി രാഗത്തിൽ ചമ്പതാളത്തിൽ അവിടെ നിബന്ധിച്ചിട്ടുണ്ട്. അവിടെ ഭീമസേനാണ് പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുന്നത്. അവിടെ ഹ്രസ്വമായൊരാട്ടം. മൂന്നാമത് വരുന്നത് ആ യാത്രക്കിടയിൽ അർജുനൻ ഒരശരീരി കേൾക്കുകയാണ്. ഞാൻ അഗ്നിദേവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകം പശ്ചാത്തലത്തിൽ ആലപിക്കപ്പെടുകയാണ്. വരുണദേവനും അഗ്നിദേവനും രണ്ടുപേരും ഒരുപോലെ ഭാഗവാക്കാണ് ഗാണ്ഡീവം എന്ന ആ മഹാവില്ല് അർജുനൻ ലഭിക്കുന്നതിന്. അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഗാണ്ഡീവത്തെ ഈ സമുദ്രത്തിൽ നീ ഉപേക്ഷിക്കൂ, നിനക്ക് അതുകൊണ്ട് ഇനി പ്രയോജനമില്ല, അത് വരുണന് മടക്കി കൊടുക്കൂ എന്ന അഗ്നിദേവൻ്റെ നിർദ്ദേശം. ഇത് അർജുനിലുണ്ടാക്കുന്ന ഒരു ആത്മസംഘർഷമുണ്ട്. തൻ്റെ ജീവിതത്തിൽ മുഴുവൻ തുണയായി നിന്ന ഗാണ്ഡീവം ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ അതിനുള്ള വൈമനസ്യവും ജീവിതം വെറുതെയായിപ്പോയി എന്ന നിരാശയും എല്ലാം പ്രതിഫലിക്കുന്ന രീതിയിൽ അർജുനൻ്റെ വിലാപം. അപ്പോൾ ഭീമസേനൻ്റെയും പാഞ്ചാലിയുടെയും അർജുനൻ്റെയും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നൊമ്പരങ്ങൾ കൂടി പ്രകടിപ്പിച്ചതിന് ശേഷമാണ് ശ്വാവ് രംഗത്ത് വരുന്നത്. ഇനി കഥ നയിക്കുന്നത് ഒരു നായയാണ്. കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ധർമ്മദേവൻ ഒരു ശ്വാവിൻ്റെ ഒരു നായയുടെ രൂപം ധരിച്ച് ഒരു പരീക്ഷണത്തിന് ഇവരെ വിധേയമാക്കുന്നതാണല്ലോ മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രധാന കഥാബീജം എന്ന് പറയുന്നത്. ശ്വാവിന് തിരനോക്കുണ്ട്. പ്രത്യേക രീതിയിലുള്ള നൃത്തങ്ങൾ ഇവിടെ പല ഭാഗങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് ആവർത്തിക്കുന്നില്ല. ആ ശ്വാവിൻ്റെ സമീപത്തേക്ക് പാണ്ഡവർ വരുന്നു. ശ്വാവ് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. അവിടെ നൃത്തത്തിൻ്റെയും വൃത്തത്തിൻ്റെയും പലതരം പാറ്റേൺസിൻ്റെ പ്രയോഗങ്ങൾ അതൊക്കെ നമ്മൾ അരങ്ങിൽ കാണുന്നതാണ്. പിന്നെയാണ് ഓരോ കഥാപാത്രങ്ങളായിട്ട് അങ്ങനെ വീണു പോകുന്ന കഥ ആരംഭിക്കുന്നത്. ശ്വാവിനോട് കൂടി ഇവർ യാത്ര തുടരുന്നതിനിടയിൽ വേദിയിൽ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും വരുമ്പോൾ ഒരാളില്ല, പാഞ്ചാലി ആദ്യം. അപ്പോൾ പഞ്ചപാണ്ഡവരെ ഒരേപോലെ സ്നേഹിക്കേണ്ടിയിരുന്ന പാഞ്ചാലി അർജുനനോട് അധികം പ്രണയമുണ്ടായിരുന്നു എന്ന ഭീമസേനൻ്റെ ചോദ്യത്തിന് മറുപടിയായി ധർമ്മപുത്രർ പറയുന്നു. വീണ്ടും യാത്ര തുടർന്നു. അവിടെ കാലം ക്രമേണ മുറുകുന്നൊരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ചമ്പ എന്നാണ് എൻ്റെ ഓർമ്മ. ചമ്പ പതിഞ്ഞ കാലത്തിൽ ആദ്യം അതിൻ്റെ ഇരട്ടിക്കാലം, അതിൻ്റെ ഇരട്ടിക്കാലം, അതിൻ്റെ ഇരട്ടിക്കാലം എന്ന രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളുടെയും വീഴ്ച ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. തുടർന്ന് സഹദേവൻ വീഴുന്നു. സഹദേവൻ്റെ അഹങ്കാരം എന്തായിരുന്നു? സർവജ്ഞാനിയാണ് താൻ എന്നൊരു അഹങ്കാരം സഹദേവൻ ഉണ്ടായിരുന്നു. അതാണ് അവൻ വീഴുന്നതിനുള്ള കാരണം എന്ന് ധർമ്മപുത്രർ അറിയിക്കുന്നു. നകുലൻ വീഴുന്നു. നകുലന് ഏറ്റവും സുന്ദരൻ താനാണ് എന്നൊരു അഹംബോധം ഉണ്ടായിരുന്നു. അതാണ് അവൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്ന് ധർമ്മപുത്രർ മറുപടി പറയുന്നു. പിന്നീടും യാത്ര തുടരുന്നു. അടുത്ത അർജുനൻ വീഴുന്നു. അർജുനൻ വില്ലാളി വീരനാണ് താൻ എന്നൊരു അഹംബോധം തന്നെയാണ് അർജുനൻ്റെ പതനത്തിന് കാരണം എന്ന് ധർമ്മപുത്രർ അറിയിക്കുന്നു. അവസാനത്തെ വീഴ്ച ഭീമസേനൻ്റേതാണ്. ഭീമസേനൻ്റെ വീഴ്ച മാത്രം രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു വീഴ്ചയാണ്. ഭീമസേനൻ ശക്തനായ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീണു എന്ന് ധർമ്മപുത്രരോട് ചോദിക്കുന്നു. അപ്പോൾ അതിനും മറുപടി പറയുന്നുണ്ട്. ഭീമൻ്റെ മരണത്തെ അവൻ്റെ അഹങ്കാരം തന്നെയാണ് നിൻ്റെയും വീഴ്ചയ്ക്ക് കാരണമെന്ന് ധർമ്മപുത്രർ പറയുന്നുണ്ട്. ഈ രംഗത്ത് ഞാൻ കണ്ട സവിശേഷത ഉള്ളടക്കത്തേക്കാൾ കൂടുതൽ ഭീമൻ്റെ മരണം അവിടെ രംഗത്ത് അവതരിപ്പിക്കുകയാണ്. ഭീമൻ ആ നൈരാശ്യത്തിൻ്റെ പൂർണ്ണതയിൽ, ദുഃഖത്തിൻ്റെ സാന്ദ്രതയിൽ മരിച്ച് അവസാനത്തെ ശ്വാസം വലിക്കുന്ന രംഗം, ആ ക്രിയ
ഇവിടെ രംഗത്ത് അവതരിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നു വേദിയുടെ മറുഭാഗത്ത് നിന്ന് ശ്വാവും ധർമ്മപുത്രരുടെ പുറകെ ഈ നായയും കൂടി വരുന്നത് അങ്ങനെ കടന്നു വരും. വേദിയിലെത്തിക്കഴിഞ്ഞ് ധർമ്മപുത്രർ പോവാൻ ആരംഭിക്കുമ്പോൾ അവിടെയാണ് ഒരു ചോദ്യോത്തര പങ്ക്തി. ശ്വാവും ധർമ്മപുത്രരും തമ്മിൽ ധർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു സംഭാഷണമാണ്. നമുക്ക് സമാനതകളില്ലാത്ത, വേണമെങ്കിൽ പർവ്വതനാരദന്മാരുടെ രംഗത്തെ ഉണ്ണായി വാര്യർ എഴുതിയത് അങ്ങനെയാണ് എന്ന് സങ്കല്പിച്ച് ഓർമ്മിക്കാം. പക്ഷെ നമ്മൾ അരങ്ങിൽ കണ്ട അനുഭവമുള്ള ഭാഗമല്ല. ഒരു വരി മാത്രമുള്ള പദം, അതിന് മറുപടിയായിട്ട് ഒരു വരി മാത്രമുള്ള പദം എന്ന രീതിയിൽ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ധർമ്മം അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ടതും ധർമ്മമായിരുന്നില്ലേ, ഇതുവരെ കണ്ടതൊക്കെ സ്വാർത്ഥത മാത്രമായിരുന്നു എന്ന അർത്ഥത്തിൽ ലളിതമായ മലയാളത്തിലാണ് അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ഞാൻ പറയേണ്ടതില്ലെന്ന് മാത്രമല്ല, എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ രേഖകൾ ലഭ്യമായി കഴിഞ്ഞിട്ടുമുണ്ട്. ആ രംഗം അതങ്ങനെയാണ് പര്യവസാനിക്കുന്നത്. പിന്നെയാണ് ആ യാത്രയുടെ ഇടയിൽ ഇന്ദ്രൻ പ്രവേശിക്കുന്നത്. ഇന്ദ്രൻ്റെ പ്രവേശവും പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ അരങ്ങിൽ അനുഭവിക്കുക. കഥകളിൽ സാധാരണ കാണുന്ന രീതിയിലുള്ളൊരു പ്രവേശനമല്ലാത്ത രീതിയിൽ വളരെയേറെ സാങ്കേതിക പ്രാധാന്യവും മികവുമുള്ള രീതിയിൽ ആ ഇന്ദ്രൻ്റെ പ്രവേശത്തെ ഇവിടെ ചിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ ഇന്ദ്രൻ വന്നു കഴിഞ്ഞാൽ രണ്ടുപേർ ശ്വാവിനോട് കൂടി ധർമ്മപുത്രരുടെ തേരിലേക്ക് കയറാൻ ഭാവിക്കുന്നു. നിനക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് വരാമെന്ന ഇന്ദ്രൻ്റെ വാഗ്ദാനമൊക്കെ ഉണ്ട്. അതൊക്കെ പദം ലളിതമാണ്, അതൊക്കെ കേട്ടാൽ മനസ്സിലാവുന്നത് തന്നെ. അപ്പോൾ ഈ ശ്വാവിനോട് കൂടി വേണം എന്ന് നിർബന്ധിക്കുന്നു. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്ക് സ്വർഗരാജ്യം വേണ്ട എന്ന തീരുമാനത്തിൽ ധർമ്മപുത്രരെത്തുന്നു. ശ്വാവ് അപ്രത്യക്ഷമാവുകയും നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ വേഷം മാറ്റം എന്ന് ബോധ്യപ്പെടുത്തി ധർമ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു വ്യത്യാസം എടുത്തു പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കഥാഘടനയിൽ യമധർമ്മനായിട്ടല്ല ധർമ്മദേവനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. കാലനല്ല ധർമ്മപുത്രരുടെ അച്ഛൻ, ധർമ്മദേവനാണ് എന്ന ഒരു സങ്കല്പത്തെയാണ് ആട്ടക്കഥാകൃത്തോ അല്ലെങ്കിൽ കഥകളിയുടെ ഇതിൻ്റെ പശ്ചാത്തല ശില്പികളോ കണക്കിലെടുത്തിട്ടുള്ളത് എന്നത് ഒരു ശ്രദ്ധേയമായ ഭേദഗതിയാണെന്നും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ജീവജാലങ്ങളിലൊക്കെ സ്ഫുരിക്കുന്ന ചൈതന്യം ഒന്നാണെങ്കിൽ ഈ ശ്വാവിനെ എന്തുകൊണ്ട് കയറ്റുന്നില്ല എന്ന ധർമ്മ ചോദ്യങ്ങളൊക്കെ ധർമ്മോത്തര സന്ദർഭത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ധർമ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ദേവലോകത്തേക്കുള്ള യാത്ര, അവിടെ പുറപ്പാടിൻ്റെ ചില എണ്ണങ്ങളെയാണ് ആ യാത്രയ്ക്ക് വേണ്ടി. ഓരോ യാത്രയ്ക്കും ഓരോ പുതിയ രീതികൾ അവലംബിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്കത് കാണാം. പിന്നൊരു കൗതുകം, ആ യാത്ര മുതൽ ഇനിയുള്ള പദങ്ങളിലൂടെ നവരസങ്ങളെ, ശൃംഗാരം, ഹാസ്യം, കരുണം, വീരൻ, രൗദ്രം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം, ഈ രസങ്ങളെല്ലാം വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിനനുഗുണമാകുന്ന അന്തരീക്ഷം ഈ കഥാഘടനയ്ക്കകത്ത് നിർമ്മിച്ചു നൽകുന്നുമുണ്ട്. ഇതും ഒരു അത്ഭുതമായി തോന്നുന്ന ഒരു രചനയാണ്. ദേവലോക കാഴ്ചയിൽ അതിൽ അഭിരമിച്ച് ശൃംഗാരം, ആ മഹാഭാഗ്യത്തെയോർത്ത്, ഈ ഉടലോടെ ഇങ്ങനെ എത്താൻ കഴിഞ്ഞ ഭാഗ്യത്തെയോർത്ത് വീരം. പിന്നീട് ദേവലോകത്ത് കാണുന്നത് ദുര്യോധനാദികളെയാണ്. അത് കണ്ട് ഹാസ്യം, രോഷം, ഇങ്ങനെ സമസ്ത രസങ്ങൾക്കുമുള്ള ഒരു സാധ്യത നൽകുന്ന രീതിയിലാണ് ആ ദേവലോക യാത്ര. അതിനിടയിൽ പിന്നെ നമ്മൾ കാണുന്നത് സുയോധനെ വാഴിച്ചതിലുള്ള അമർഷം ധർമ്മപുത്രർ പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയേറെ ദ്രോഹം ചെയ്ത ദുര്യോധനാദികൾ ഈ സ്വർഗത്തിരിക്കുന്നു എന്നുള്ള അമർഷം. അപ്പം നിങ്ങളോട് ദ്രോഹം ചെയ്തു എന്നത് മാത്രം നരകയാതനയ്ക്കുള്ള കാരണമാകുന്നില്ല എന്നും, രാജാവ് എന്ന രീതിയിൽ പ്രജാപരിപാലനത്തിൻ്റെ കാര്യത്തിലായാലും നിഷ്ഠയുടെ കാര്യത്തിലായാലും മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ധർമ്മം നിർവഹിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ മാതൃകാപരമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ദുര്യോധനൻ എന്ന് ഇന്ദ്രൻ അറിയിക്കുന്നുണ്ട്. അവിടെ ധർമ്മവുമായി ബന്ധപ്പെട്ട പുതിയ കുറേ കാര്യങ്ങൾ കൂടി ഞാൻ ഇനിയും അറിയേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് ധർമ്മപുത്രർ എത്തുന്നുമുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ സഹോദരന്മാരെവിടെയെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ആവതുണ്ടെങ്കിൽ, സഹിക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ കാണിക്കാം എന്ന് പറഞ്ഞ് ധർമ്മദേവൻ നരകം കാണിക്കുന്നു. അവിടെ നരക വർണ്ണന, അതാണ് ഒരു ആട്ടമായിട്ട് സവിശേഷമായി എടുത്തു പറയേണ്ട ഒരു ആട്ടമുള്ളത്. നരകത്തിലെ ദൃശ്യങ്ങൾ,
അവിടെ ഓരോരുത്തരുടെയും വിലാപം വേറെ വേറെ കേൾക്കുകയാണ്. കർണത്തിൽ ലോഹദ്രവ്യം ഉരുക്കി ഒഴിക്കുന്ന വേദനയാണ് കർണൻ അനുഭവിക്കുന്നതെങ്കിൽ പുഴുവരിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള നിയോഗമാണ് ഭീമസേനന് വിധിക്കപ്പെട്ടത്. മുൾക്കിരീടങ്ങൾ ചൂടാനുള്ള നിയോഗം അർജുനന്. ഈ രീതിയിൽ നകുല സഹദേവന്മാരും പാഞ്ചാലിയും ഉൾപ്പെടെ അനുഭവിക്കുന്ന പീഡകൾ ധർമ്മപുത്രൻ നേരിട്ട് കാണുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് പോവാൻ ഭാവിക്കുമ്പോൾ ഇവർ കരയുകയാണ്. ആ കരയിലൂടെയാണ് ഇവർ അനുഭവിക്കുന്ന പീഡകൾ എന്ത് എന്ന് നമ്മളും അറിയുന്നത്. അത് പാഞ്ചാലിയുടെയും ഭീമസേനൻ്റെയും നകുല സഹദേവന്മാരുടെയും അർജുനൻ്റെയും ഒക്കെ വിലാപം ധർമ്മപുത്രർ കേൾക്കുകയാണ്. എന്ന് മാത്രമല്ല, അങ്ങ് കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ, ആ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് എന്ന് പറയുന്നു. എങ്കിൽ ഞാനിവിടെ ഇരിക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇവിടെയാണ് എൻ്റെയും തുടർന്നുള്ള ജീവിതം എന്ന തീരുമാനത്തിലേക്ക് ധർമ്മപുത്രർ എത്തുന്നു. അത്രയും കഴിയുന്നതോടുകൂടി ഒരു പ്രത്യേക പ്രകാശം കാണുകയും അവർ ഇന്ദ്രാദികൾ പ്രത്യക്ഷപ്പെട്ട് നീ പണ്ടൊരു നുണ പറഞ്ഞതുകൊണ്ട് നിനക്ക് അനുഭവിക്കാൻ വന്നതാണ് ഈ നരക ദർശനം എന്നും എല്ലാവരും സുഖമായി തന്നെ സ്വർഗത്തിൽ ജീവിക്കാം എന്ന് അനുഗ്രഹിച്ച് യാത്രയാകുന്നതും. തുടർന്ന് ധർമ്മപുത്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു യഥാർത്ഥമായ ധർമ്മം എന്താണെന്ന്. സൗന്ദര്യത്തിലല്ല, ജ്ഞാനത്തിലല്ല, ആയുധ അഭ്യാസത്തിലല്ല, കരുത്തിലല്ല, ശത്രുവിജയത്തിലല്ല. താൻ ചെയ്യുന്ന കൃത്യങ്ങളൊക്കെയും അന്യനുകൂടി ഗുണപ്രദമാകുക, തനിക്ക് അനിഷ്ടവും അസുഖകരവുമായ ഒന്നും മറ്റൊരുവന് വിധിക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ധർമ്മം. അതിൻ്റെ ഭാഗമായി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മംഗളവാക്യം ഉച്ചരിച്ചുകൊണ്ട് കഥ അവസാനിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതിൽ പാകപ്പഴ വന്നോ എന്നറിയില്ല, കണ്ട അനുഭവത്തിൽ പറയുന്നതല്ല എന്നതിൻ്റെ പരാധീനത എൻ്റെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ടാകാം. എല്ലാവരെയും പോലെ ആകാംക്ഷയോടെയാണ് ഈ കഥയുടെ രംഗാവതരണം കാണാൻ കാത്തിരിക്കുന്നത്. ഉത്കർഷങ്ങളും നന്മകളും ദീർഘായുസ്സും ചിരപ്രതിഷ്ഠയും ഈ കഥയ്ക്ക് സിദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അഭിലഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.